ദൈവം തന്റെ അതേ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ആ വിശുദ്ധനായിരിക്കുന്ന ആദം, അവൻ ചെയ്ത പാപത്താലത്രേ നമ്മൾ പാപിയായിട്ട് തീർന്നത്. ആ പാപിയായിരിക്കുന്ന ആദമിന്റെ രക്തത്തിൽ പിറന്നത് കൊണ്ടാണ് നമ്മളെല്ലാവരും പാപിയായിട്ട് തീർന്നത്. നമ്മളാരും പാപം ചെയ്ത് പാപിയായിട്ട് തീർന്നതല്ല. പാപിയായിരിക്കുന്ന ഒരു പുരുഷന്റെ രക്തത്തിൽ ജനിച്ചത് കൊണ്ടാണ് നമ്മൾ പാപിയായിട്ട് തീർന്നത്. അതേ മനുഷ്യ രക്തത്തിൽ ജനിച്ചവരെല്ലാം മനുഷ്യരാക്കുന്നത് പോലെ ആദ്യത്തെ മനുഷ്യൻ പാപം ചെയ്ത വഴി പാപിയായിരിക്കുന്ന മനുഷ്യനായത് വഴി അവന്റെ രക്തത്തിൽ പിറന്ന നമ്മളെല്ലാവരും പാപികളാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നൂറ്റാണ്ടുകളായിട്ട് നിങ്ങൾ ചെയ്യുന്ന ഏതെങ്കിലും ആരാധനയ്ക്ക് പാപത്തെ നിരീക്ഷിക്കാൻ കഴിയുമോ? അയ്യോ, നൂറ്റാണ്ടുകളായിട്ട് നിങ്ങൾ എന്താണ് ക്രിസ്തീയ മതവിശ്വാസികൾ എന്നെ അധികമായിട്ട് കേൾക്കുന്നുണ്ട്. നിങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെല്ലാം പാപികളാണെന്ന് സാക്ഷ്യം പറഞ്ഞു. അയ്യോ, നൂറ്റാണ്ടുകൾക്ക് ശേഷം നിങ്ങളും നിങ്ങളുടെ കൊച്ചുകുട്ടികളും നിങ്ങളുടെ പുരോഹിതവർഗവും എല്ലാം ഒരുപോലെ പറയുന്നു, ദൈവമേ നീ ഏകപരിശുദ്ധൻ, ബലവാനെ നീ ഏകപരിശുദ്ധൻ, ഞങ്ങളോ പാപികളും ദോഷികളും എന്ന് പറഞ്ഞുകൊണ്ട് ആ ദൈവത്തിന്റെ ശത്രുത്വമാണ് നിങ്ങൾ തിരിച്ചറിയണം. പാപി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ മക്കളല്ല, ആദമിന്റെ മക്കളാണ്. ആദം എന്ന് പറയുന്നവനോ ഇപ്പോൾ സാത്താന്റെ സന്തതിയാണ്. പണ്ടവൻ ദൈവത്തിന്റെ സന്തതിയും വിശുദ്ധനുമായിരുന്നു. ആ ആദമിന്റെ മക്കളായിരിക്കും നമുക്ക് പ്രിയപ്പെട്ടവരെ പിതൃത്വം മാറാതെ നമുക്ക് രക്ഷ കിട്ടത്തില്ല. നിങ്ങൾ എത്രമാത്രം പണം മുടക്കിയാലും എത്രമാത്രം നീതി പ്രവൃത്തി ചെയ്താലും നിങ്ങളുടെ എന്താണ് പിതൃത്വം മാറുന്നില്ല. ഞാൻ ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ ഒരുവൻ തോമാച്ചനാണെന്ന് കൂട്ടിയോ ആണെന്നല്ല ഒരു പേര് പറഞ്ഞതോളൂ. ഈ തോമാച്ചൻ ഒരു മകനുണ്ട്. അവനെന്താണ് ദുർനടപ്പുകാരനാണ്. അവൻ ദേശത്ത് എല്ലാവർക്കും ശല്യമാണ്. അവനെന്താണ് എല്ലാവർക്കും പ്രശ്നമാണ്. കള്ള് കുടിച്ച് ദുർനടപ്പ് ആചരിച്ച് ഈ ദേശം പുത്തുമുഴുവൻ അവനെന്താണ് ഒരു ചീത്ത പേരുണ്ടാക്കിയവനാണ്. അപ്പോൾ അവനെ കാണുമ്പോൾ മനുഷ്യർ പറയും, എടാ ഇതാ തോമാച്ചന്റെ മോനല്ലയോ, എടാ ഇവൻ ഇങ്ങനെ പറ്റിപ്പോയില്ല, അവൻ നശിച്ചു പോയല്ലോ എന്ന് പറയും. എന്നാൽ നോക്കിക്കേ, ഒരു ദിവസം ഈ തോമാച്ചന്റെ മകനുണ്ടല്ലോ കള്ളുകൂടിയൊക്കെ അങ്ങ് നിർത്തി വളരെ നല്ല രീതിയിൽ ജീവിക്കാൻ തുടങ്ങി. നല്ല രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയപ്പെട്ട പാവങ്ങളെ സഹായിക്കുക, ചാരിറ്റി വർക്ക് ചെയ്യുക, ആർക്കെങ്കിലും അപകടം വന്നാൽ രക്തം കൊടുക്കുക, ഇങ്ങനെ നല്ല മോനായിട്ട് തീർന്നു. അപ്പോഴും അവർ പറയണ തോമാച്ചന്റെ മോൻ എന്തൊക്കെ നന്മ ഉണ്ടായിട്ടെന്ന് പറയും. അവനെന്താണ് കള്ളു കുടിച്ച് നടന്നപ്പോഴും തോമാച്ചന്റെ മോന്, അവൻ നല്ല രീതിയിൽ ജീവിച്ചപ്പോഴും തോമാച്ചന്റെ മോന്. പ്രിയപ്പെട്ട, നിങ്ങൾ എത്രമാത്രം നല്ല പ്രവൃത്തി ചെയ്താലും നിങ്ങൾ എത്രമാത്രം ചീത്ത പ്രവൃത്തി ചെയ്താലും നിങ്ങൾ ആരാണ്? ആദമിന്റെ മകനാണ്. ആദമിന്റെ മകൻ എന്നുള്ള പദവി മാറാതെ, നമ്മുടെ പിതൃത്വം മാറാതെ നമുക്കൊരിക്കലും രക്ഷപ്പെടുവാൻ കഴിയത്തില്ല. നമുക്കൊരിക്കലും സ്വർഗീയ ഭവനം അവകാശമാക്കുവാൻ കഴിയത്തില്ല.